ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബിഗിനേഴ്സിന് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് സാരി ബ്ലൗസിൻ്റെ ഡിസൈൻ ആയിട്ടാണ്. നമ്മൾ കോണല്ലേ വരുന്നത്, അപ്പോൾ പിന്നെ അടിപൊളിയായിട്ടൊരു സിമ്പിളായിട്ടൊരു ഡിസൈൻ ചെയ്ത് നോക്കാം. ഇതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക്. ഫ്രണ്ട് നെക്കിൻ്റെ ലുക്ക് ഇതാണ്. ഇതിൽ നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് കട്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വേറെ കൂടുതലായിട്ടുള്ള ഒന്നും ഡിസൈനൊന്നും ഇല്ല. ഒരു കട്ട് ബീഡ്സ്, പിന്നെ ഒരു സ്റ്റോൺ ചെയിന്, പിന്നെ ഒരു കട്ട് ബീഡ്സ്, പിന്നെ ചെറുതായിട്ട് ഒരു ചെറിയൊരു ഡിസൈന് മോട്ടീഫ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ലെയർ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ലെയറായിട്ട് ഞാൻ സ്റ്റോൺ ചെയിനാണ് വെച്ച് കൊടുക്കുന്നത്. സ്റ്റോൺ ചെയിന് ഇതിങ്ങനെ 2 മീറ്ററോളം വാങ്ങിയിട്ടുണ്ട്. 2 മീറ്ററൊന്നും ആവശ്യമില്ല, 1.5 മീറ്റർ തന്നെ ധാരാളം. ഇതിപ്പോൾ മീറ്ററിന് 80 രൂപയുള്ള ഒരു ചെയിനാണ്. ഇതൊരു മീഡിയം സൈസ് ചെയിനാണ്. ഇതിനേക്കാൾ ചെറിയ സൈസും ഉണ്ട് 80 രൂപ വരുന്നത്. പക്ഷേ ഞാൻ കുറച്ച് ഹൈലൈറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഓരോ ബീഡ്സിൻ്റെ ഓരോ സ്റ്റോണിൻ്റെ ഉള്ളിലൂടെയും സ്റ്റിച്ച് ചെയ്തിട്ട് പോകുന്നൊരു മെത്തേഡിലാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത് ബിഗിനേഴ്സിന് അത്രയ്ക്ക് എളുപ്പമാവില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ചെറിയ 7000 ഗ്ലൂ എടുത്തിട്ട് ആവശ്യാനുസരണം നമുക്ക് ആ കോണിൻ്റെ അടുക്കം വരെയാണ് ഇപ്പോൾ ആവശ്യമുള്ളത്, അത്രയും വരെ കട്ട് ചെയ്ത് അവിടെ B1000 ഗം ഒട്ടിച്ചു കൊടുത്ത് അതിൻ്റെ മേലെ ഇതൊന്ന് ചെരിഞ്ഞു പോകാണ്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അതിന് ശേഷം 1-2 സ്ഥലത്തായിട്ട് ഇടവിട്ടിട്ട് 2-3 ബീഡ് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ആരി വർക്കിൻ്റെ നീഡിൽ വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. വേറെ നീഡിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. കട്ട് ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത ഷേപ്പ് വരുമ്പോൾ വീണ്ടും ഒരു പീസ് കട്ട് ചെയ്ത് കൊടുക്കുക, ഗമ്മൊട്ടിച്ച് കൊടുക്കുക. അത്രയും സിമ്പിൾ പരിപാടിയാണ്, ഭയങ്കര ഇതൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ഗമ്മൊട്ടിക്കാണ്ട് ചെയ്തുകൊണ്ട് ഓരോ സ്റ്റോണും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് പോകണം. ഇത് ഇങ്ങനെ ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ ഒരു കാലത്ത് ഇത് ഇളകി പോകില്ല. അത്രയ്ക്ക് ഗ്യാരണ്ടിയാണ്, അത്രയ്ക്ക് ഫിനിഷിംഗ് ആയിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. പക്ഷേ മറ്റേതാണെങ്കിൽ നമ്മൾ ഗമ്മ് മാത്രം ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു വാഷ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഇളകിപ്പോകും. ഗം ഒട്ടിച്ച് കുറേ വിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ 1-2 വാഷ് കഴിയുമ്പോഴത്തേക്ക് ആ ഗമ്മിട്ട സ്ഥലത്തുനിന്ന് സ്റ്റോൺ ഇളകിപ്പോകും. സ്റ്റിച്ച് ചെയ്ത സ്ഥലത്ത് മാത്രം ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ 1-2 ബീഡ്സ് കഴിഞ്ഞിട്ട് 1-2 സ്റ്റോണിൻ്റെ ഇടക്കൂട്ട് തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ അങ്ങനെ ഇളകിപ്പോകില്ല എന്നല്ല, ഇളകിപ്പോയി കഴിഞ്ഞാലും അത് മനസ്സിലാകില്ല. ഗമ്മ് പോയി കഴിഞ്ഞാലും അത് ഫിനിഷിങ്ങിന് ഒരു കുറവും ഉണ്ടാവില്ല. അപ്പോൾ അത് ഒന്നുകിൽ നിങ്ങൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഗം ഒട്ടിച്ചതിന് ശേഷം 1-2 ബീഡ്സ് ഇടവിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ടും ചെയ്ത് നോക്കുക. അങ്ങനെ അതിന് നമുക്ക് ഷേപ്പിനനുസരിച്ചിട്ട് കിട്ടുന്നതാണ്. ഷേപ്പിനനുസരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഡിസൈന് ക്ലോസ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു അടുത്തതായിട്ട് കട്ട് ബീഡ്സ് ഒന്നും കൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതും സെയിം മെത്തേഡിൽ ഈ പോയിൻ്റ് വരുന്ന ഭാഗത്തെല്ലാം നമ്മൾ കെട്ടിട്ട് കൊടുക്കണം. കെട്ടിട്ട് കൊടുത്തതിന് ശേഷം മാത്രം അടുത്ത സ്റ്റിച്ച് ചെയ്യാവൂ, എന്നാലേ ആ കറക്റ്റ് പോയിൻ്റ് നമുക്ക് കിട്ടും. ഫിനിഷിങ് കിട്ടണമെങ്കിൽ നല്ലോണം കെട്ടിട്ട് കൊടുക്കുക. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കെട്ടിട്ട് ലോക്ക് ചെയ്തിട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ പെട്ടെന്ന് ബീഡ്സ് ഇളകി പോയി കഴിഞ്ഞാലും ഫുള്ളായിട്ട് പോകില്ല, ചെറിയ ഭാഗത്തേ പോകും. നമ്മൾ ഇപ്പോൾ കെട്ടിടാണ്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ വൺസ് അത് ഇളകിപ്പോയി കഴിഞ്ഞാൽ ഫുൾ പോയി പോകും. നമ്മൾ എവിടുന്ന് തുടങ്ങി അവിടെ തന്നെ പിന്നെയും ചെയ്ത് തുടങ്ങേണ്ടി വരും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക, കെട്ടിട്ടിട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ചെറിയ വൈറ്റ് സ്റ്റോണ് വെച്ച് കൊടുക്കുന്നുണ്ട്. വൈറ്റ് സ്റ്റോണ് അതിന് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഈ ഡിസൈനിന് ചുറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്.
അതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് സ്റ്റോണിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു വി ഷേപ്പിൽ കട്ട് ബീഡ്സും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ കട്ട് ബീഡ്സ് തന്നെയാണ് മെയിൻ താരമായിട്ടുള്ളത്. കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിൽ കട്ട് ബീഡ്സ്, ഒന്ന് മുകളിൽ, അതിൻ്റെ മുകളിലായിട്ട് ഒരു ഒരു കട്ട് ബീഡ്സ്, അങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ രണ്ട് സൈഡിൽ കട്ട് ബീഡ്സ്, അതിൻ്റെ മുകളിലായിട്ട് ഒന്നും കൂടെ കട്ട് ബീഡ്സ് കൊടുക്കുന്നത്. ഇതേ സെയിം ഡിസൈന് ആ സ്റ്റോൺ വെച്ചതിൻ്റെ ഗ്യാപ്പ് കാണുന്നില്ല, ഇപ്പോൾ ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ, ആ ഗ്യാപ്പ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഗ്യാപ്പുള്ള ഭാഗത്ത് നമ്മൾ ഈ സെയിം ഡിസൈന് സ്റ്റോൺ ഇല്ലാണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ ഡിസൈൻ കുറച്ചും കൂടെ ഫില്ലായതുപോലെ തോന്നുകയും ചെയ്യും, നല്ലൊരു രസമായിട്ടുണ്ടാവും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ്. ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഈ ഡിസൈന്. പിന്നെ നമ്മളെ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. കണ്ട എത്ര അടിപൊളിയായിട്ടുണ്ട്. അതേ സെയിം ഡിസൈൻ തന്നെ നമ്മൾ സ്ലീവിനും കൊടുത്തിട്ടുണ്ട്. ഇത് അതിൻ്റെ ഫ്രണ്ട് നെക്കാണ്. സത്യത്തിൽ ഈ ഫ്രണ്ട് നെക്കിൽ നമ്മൾ ഫുള്ളായിട്ട് വർക്ക് കൊടുക്കില്ല, വലതു ഭാഗത്തെ വർക്ക് കൊടുക്കും. പക്ഷേ എന്നോട് ഓർമ്മിക്കാണ്ട് അതങ്ങ് ഫുള്ളായിട്ട് അങ്ങ് ചെയ്തു പോയി. കസ്റ്റമറിന് കുഴപ്പമില്ല, എനിക്ക് കുറച്ച് നഷ്ടമുണ്ട്, ബീഡ്സ് കൂടുതൽ ചിലവായി, അത് കുഴപ്പമില്ല, നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണല്ലോ. അപ്പോൾ ഇതാണ് ഫുള്ളായിട്ട് ചെയ്തപ്പോഴത്തേക്കിന് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതതിൻ്റെ സ്ലീവിൻ്റെ ഭാഗമാണ്. സ്ലീവിനും നമ്മൾ നെക്കിന് കൊടുത്ത അതേ ഡിസൈൻ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ഓരോ മോട്ടീഫായിട്ട് അവിടെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.